ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളെ കയ്യിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരാൻ കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ബീട്രൂട്ട് ഇതേപോലെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ബീട്രൂട്ടാണ്. ഇപ്പോൾ അതാ ഇതേപോലെ ഒന്ന് തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ബീട്രൂട്ട് ഞാനിത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അധികം അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒന്ന് പൊടിഞ്ഞ പോലെ ആയി കിട്ടിയാൽ മതി. ഇതേപോലെ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതേപോലെ കിട്ടിയാൽ മതി. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിലായിട്ടുണ്ടാവും ഈ ഒരു ഈത്തപ്പഴം. 1.5 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. ഇനി പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എരിവിന് എടുക്കട്ടോ. ഇതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം കഴുകിയതിന് ശേഷം അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതിനിപ്പോൾ ഒരു 5-6 വിസിൽ നല്ലോണം ഒന്ന് അടിച്ച് വന്നോട്ടെ. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. ഒരു പാന് ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കാശ്മീരി മുളകില്ലേ അത് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മുളക് ഇല്ലെങ്കിൽ സാധാ മുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പൊടിമുളക് ചേർത്ത് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇടണം എന്നാണ് കേട്ടോ. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാവുമ്പോൾ കളർ ഉണ്ടാവും കേട്ടോ നല്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഞെട്ട് ഭാഗമൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് കളറ് വരും കേട്ടോ നല്ലോണം. അതിനെ കൊണ്ടാണ് ഈ ഒരു മുളക് ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിൽ സാധാ പൊടിമുളക് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലോണം മൂത്ത് വരണം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചച്ചോയ വിട്ട് കിട്ടണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കട്ടോ. ഇതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചുവന്നമുളക് ചേർത്ത് കൊടുക്കുക. പൊടിമുളകാണ്. ഒരു ടീസ്പൂൺ മാത്രം മതിയാവും. കൂടുതലാവണ്ട കേട്ടോ. നമ്മളിതിൽ കാശ്മീരി മുളകും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് അതും ഒന്ന് മൂത്ത് വന്നോട്ടെ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ പൊടികളൊക്കെ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ഈത്തപ്പഴല്ലേ അതൊന്ന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അതൊന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഈ ഒരു ഈത്തപ്പഴം എണ്ണൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ചൊന്ന് ടേസ്റ്റ് ഒന്ന് മാറി വരും കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അടിച്ച് വെച്ച ബീട്രൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക.
ഇനിയിപ്പോൾ ഇത് ബീട്രൂട്ട് നല്ലോണം വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതിയാവേ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2, 3, 4 ദിവസമൊക്കെ വെക്കണമെങ്കിൽ ഇത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം നമ്മൾ ഇതിൽ തൊടിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഒരാഴ്ച വരെ കേടുകൂടാണ്ടൊക്കെ വെക്കട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ചെയ്ത് വെക്കുക വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് വെക്കും തോറും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വെക്കും തോറും ടേസ്റ്റ് കൂടി വരികയാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.